നമസ്കാരം, കോഡാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പോയിൻറ്റേഴ്സിനെ കുറിച്ചാണ്. നിങ്ങൾ സി അല്ലെങ്കിൽ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ പോയിൻറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ചില കുട്ടികൾക്ക് ഇപ്പോഴും തിയറി ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അവസാന ഭാഗത്ത് ഞാൻ കുറച്ച് കോഡിങ്ങും കൂടെ കാണിക്കും. അത്രേ ഉള്ളൂ. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ എന്താണ് പോയിൻറ്റേഴ്സ്? ലെറ്റ്സ് സേ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതാൻ തുടങ്ങുമ്പം നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യില്ലേ? ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എക്സ് ഈക്വൽസ് ടു 10. വേരിയബിൾ എന്താണ്? നമ്മുടെ ഇവിടെ എക്സ് ആണ് വേരിയബിൾ. വേരിയബിൾ എക്സ്, ഇൻറ്റ് അതിൻ്റെ ഡേറ്റ ടൈപ്പാണ്. എന്നുദ്ദേശിച്ചാൽ എക്സ് ഒരു ഇൻറ്റിജർ ആണ്. അതിൻ്റെ വാല്യൂ ആണ് ഓർ ഡേറ്റ ഓർ വാല്യൂ ആണ് 10. സോ എക്സ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇസ് 10. നമ്മൾ ഇത് പ്രോഗ്രാമിങ്ങിൽ എഴുതുമ്പം ഈ ലൈൻ എഴുതുമ്പം അണ്ടർ ദ ഹുഡ് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മെമ്മറിയിൽ ഒരു ഭാഗം എക്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കും. അതിനൊരു അഡ്രസ്സ് ഉണ്ടാവും. മെമ്മറിയിൽ ഒരു അഡ്രസ്സ് ഉണ്ടാവും. അതിൻ്റെ വാല്യൂ 10 ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ എക്സ്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിളിന് അഡ്രസ്സിന് ഞാൻ 1101 ഇങ്ങനെ നല്ല അഡ്രസ്സ് ഉണ്ടാവുക. കറക്റ്റ് ഫോമാറ്റ് അല്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പം അഡ്രസ്സ് 1101 ആയിരിക്കും. പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം അതിനെ ഡിഫൈൻ ചെയ്ത് എഴുതിയിരിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് സംതിങ് ലൈക്ക് ടൈപ്പ് ഉണ്ടാവും, ഒരു സ്റ്റാർ, എന്നിട്ട് ആ വേരിയബിളിൻ്റെ പേര് സം കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പോയിൻറ്റേഴ്സിനെ കണ്ടിട്ടുണ്ടാവുക. ഇനി നമ്മുടെ ഈ എക്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ്, മെമ്മറിയിലെ അഡ്രസ്സിൻ്റെ വാല്യൂ നമ്മുടെ ഈ C++ എന്ന് പറഞ്ഞ ലാംഗ്വേജസിൽ നിന്നൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ സമയത്താണ് നമ്മുടെ പോയിൻറ്റേഴ്സ് ഉപകാരപ്പെടുന്നത്. പോയിൻറ്റർ എന്താണെന്ന് ഞാൻ ഡെഫിനിഷൻ പറയാം. പോയിൻറ്റർ എന്താണെന്ന് പറഞ്ഞാൽ ദ വേരിയബിൾ ദാറ്റ് സ്റ്റോഴ്സ് ദി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അതായത് പോയിൻറ്റർ നമ്മുടെ C++ലൊക്കെ എഴുതുമ്പം നമുക്ക് മനസ്സിലാവുന്നത് ഈ വേരിയബിൾ അത് ദാറ്റ് സ്റ്റോഴ്സ് അഡ്രസ് ഓഫ് അതർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ കേസ് തന്നെ എടുത്തോളൂ. ഈ എക്സ് എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് പോയിൻറ്റേഴ്സ് നിന്ന് കിട്ടും. ഇൻഫർമേഷൻ ഞാൻ പറയുന്നത് അഡ്രസ്, മെമ്മറിയിലെ അഡ്രസ്. അപ്പം ഇൻറ്റ് സ്റ്റാർ അഡ്രസ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ്. ഈ ഇൻറ്റ് സ്റ്റാർ ആണ് നമ്മുടെ പോയിൻറ്റർ ആയിട്ട് പോയിൻറ്ററിൻ്റെ ഡേറ്റ ടൈപ്പ്. ഇൻറ്റ് സ്റ്റാർ എന്ന് പറയുന്നതാണ് പോയിൻറ്ററിൻ്റെ ഡേറ്റ ടൈപ്പ്. നിങ്ങൾ ചോദിക്കേണ്ടാവും വൈ ഇൻറ്റ്, വേറെ എന്തെങ്കിലും ഡേറ്റ ടൈപ്പ് ഒക്കെ വെച്ചാൽ പോരായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വരാം. ആദ്യം നമ്മൾ ഈ അഡ്രസ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് ഓഫ് എക്സ്. ഈ ആംപർസാൻഡ് ഓഫ് എക്സ് എന്നുള്ള വാല്യൂ ആണ് നമ്മുടെ അഡ്രസ്സ് തരിക. അപ്പം അതിന് ഒരു പോയിൻറ്റർ വേരിയബിളിലേക്കായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ മെമ്മറിയിൽ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ എക്സ് 1107 എന്ന വാല്യൂ 10 ആയിട്ട് ഇതേതോ നമ്മുടെ മെമ്മറിയിൽ ഇരിക്കുകയാണ്. മെമ്മറിയിലെ 1107 അഡ്രസ്സ്. ഇനി നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുമ്പം അഡ്രസ് ഓഫ് എക്സ്, അതായത് ഈ പോയിന്റർ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ അഡ്രസ് ഓഫ് എക്സ് ഒരു വേരിയബിൾ ആണ്. അത് ലെറ്റ്സ് സേ നമ്മുടെ മെമ്മറിയുടെ വേറെങ്കിലും ലെറ്റ്സ് സേ 1111 എന്ന് പറഞ്ഞ അഡ്രസ്സിലായിരിക്കും. പക്ഷേ അതിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ അഡ്രസ്, അതായത് 1107. കറക്റ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാനുള്ളത് വൈ ഇൻറ്റ്. നമ്മുടെ വേരിയബിൾ ഒരു ഇൻറ്റിജർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ എഴുതുമ്പം പോയിൻ്ററായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇൻറ്റ് സ്റ്റാർ അഡ്രസ് ഓഫ് എക്സ് എന്നാണ്. അതായത് എക്സിൻ്റെ അഡ്രസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ആ എക്സ് ഏത് ടൈപ്പാണോ അതേ ടൈപ്പിൻ്റെ തന്നെ പോയിൻ്റർ ആയിരിക്കണം നമ്മുടെ പോയിൻ്റർ ഡിഫൈൻ ചെയ്യുമ്പം എഴുതേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ അഡ്രസ്സിനെ മാറ്റി അഡ്രസ്സിൽ നിന്ന് നമ്മുടെ വാല്യൂയിലേക്ക് പോകുമ്പം നമുക്കതിൻ്റെ ഡേറ്റ ടൈപ്പ് അറിയില്ലെങ്കിൽ, അതായത് അത് ഇൻറ്റിജർ ആണോ അല്ലെങ്കിൽ ക്യാരക്ടർ ആണോ ബൂളിയൻ ആണോ എന്നൊന്നും അറിയില്ലെങ്കിൽ അപ്പം പ്രശ്നമായിരിക്കും. കറക്റ്റ്. അതുകൊണ്ടാണ് നമ്മുടെ പോയിൻ്ററിൻ്റെ ഈ സ്റ്റാറിന് മുന്നത്തെ വരുന്ന ഡേറ്റ ടൈപ്പ് ഷുഡ് ബി ഓഫ് വേരിയബിൾ. ദർ ആർ അതർ പോയിൻറ്റേഴ്സ് ലൈക്ക് വോയിഡ് പോയിൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്ത് നോക്കാം. നൗ നമുക്ക് അഡ്രസ്സ് കിട്ടി. ഇനി നമുക്ക് അഡ്രസ്സിൽ നിന്ന് തന്നെ
നമുക്ക് ആ അഡ്രസ്സിൽ ഏത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. അപ്പം നമുക്ക് അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് മനസ്സിലായി അഡ്രസ് ഓഫ് എക്സിൽ എക്സിൻ്റെ വാല്യൂയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇൻറ്റ് വേറെ ഏതെങ്കിലും y ഈസ് ഈക്വൽസ് ടു ആസ്റ്ററിക് അഡ്രസ് ഓഫ് എക്സ്, അതായത് അഡ്രസ്സിന് അതിൻ്റെ വാല്യൂ, ആ അഡ്രസ്സിലുള്ള വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആസ്റ്ററിക് യൂസ് ചെയ്തിട്ട് ആ വേരിയബിൾ എഴുതി കൊടുക്കുക. അപ്പം ഈ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 10. സി, ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മുടെ മെമ്മറി എന്ന് നല്ലോണം വയ്ക്കാം. വെച്ചേ ഇത് നമ്മുടെ മെമ്മറി. ഇവിടെ ഒരു 1107 നമ്മുടെ 10, ഇതാണ് നമ്മുടെ എക്സ്. നൗ എക്സിൻ്റെ നമ്മുടെ പോയിൻ്റർ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, അതായത് ആൻഡ് എക്സ് അഡ്രസ്. ആ പോയിൻ്റർ 111 1107, അതായത് എക്സിൻ്റെ അഡ്രസ്. അത് നമുക്ക് ആംബർസെൻഡ് ഓഫ് എക്സ്. ഇനി ഈ ഇതിനെ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ആസ്റ്ററിക് ഓഫ് അഡ്രസ് ഓഫ് എക്സ്. സി, ഇത്രയേ ഉള്ളൂ പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, നമുക്ക് അഡ്രസ്സിൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്താൻ പറ്റിയിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ അഡ്രസ് ഓഫ് എക്സ്, ഫോർ എക്സാമ്പിൾ ഈ അഡ്രസ് ഓഫ് എക്സിൻ്റെ അഡ്രസ്, അതായത് ഈ 1111 വാല്യൂ, അതും നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കും. അതിനെയാണ് ഇൻറ്റ് സ്റ്റാർ സ്റ്റാർ അഡ്രസ് ഓഫ് എക്സ്. അപ്പം നമ്മളൊക്കെ എന്തായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ ആംബർസെൻഡ് ഓഫ് അഡ്രസ് ഓഫ് എക്സ് ആയിരിക്കും കണ്ടുപിടിക്കുക. കാരണം നമ്മൾ അഡ്രസ് ഓഫ് എക്സിൻ്റെ അഡ്രസ്സാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് മെമ്മറിയിൽ എങ്ങനെയായിരിക്കും കാണുക? ഇവിടെ തന്നെ കാണിക്കുക. ഏതെങ്കിലും അടുത്തൊരു മെമ്മറി സ്പേസ്, ലെറ്റ്സ് സേ 120, എന്തായിരിക്കും ഇതിൻ്റെ വാല്യൂ? 1111. ഇതാണ് അഡ്രസ് ഓഫ് എക്സ്. ഞാനിവിടെ ഒരു സിമ്പിൾ C++ പ്രോഗ്രാം എഴുതിയിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, എക്സിൻ്റെ വാല്യൂ ഞാൻ 10 കൊടുത്തു. ഞാനൊരു പോയിൻ്റർ ഡിഫൈൻ ചെയ്തു, അഡ്രസ് ഓഫ് എക്സ്. പിന്നെ ആ അഡ്രസ് ഓഫ് എക്സ് പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ ആണ് വാല്യൂ പോയിൻറ്റഡ് ബൈ അഡ്രസ്. നൗ എക്സ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. 10. അഡ്രസ് ഓഫ് എക്സ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? എക്സിൻ്റെ അഡ്രസ്. വാല്യൂ പോയിൻറ്റഡ് ബൈ അഡ്രസ് ഓഫ് എക്സ് എന്തായിരിക്കും? 10. ഓക്കെ, നമുക്കിനി വേണമെങ്കിൽ നമ്മുടെ ഡബിൾ സ്റ്റാറും കൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇൻ സ്റ്റാർ സ്റ്റാർ കെ ഈസ് ഈക്വൽ ടു ആംബർസെൻഡ് ഓഫ് അഡ്രസ് ഓഫ് എക്സ്. ഇനി ഇൻറ്റ് star k t something star of k int y equals to star of t cout k cout t. ഇതിൻ്റെ ഞാനിത് ചെയ്യുമ്പം തന്നെ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഞാനിതൊന്ന് റൺ ചെയ്യട്ടെ. I didn't save it. ആദ്യത്തെ വാല്യൂ നിങ്ങൾ എന്താ ചെയ്തത്? എക്സ്, അതായത് 10. പിന്നെ അഡ്രസ് ഓഫ് എക്സ്, അത് ഒരു വാല്യൂ, മെമ്മറിയിൽ നമ്മുടെ വാല്യൂ പോയിൻറ്റഡ് ബൈ ദിസ് അഡ്രസ് എന്താണ്? 10. കറക്റ്റ്. നൗ കെ, അതായത് അഡ്രസ് ഓഫ് എക്സ്, അതായത് അഡ്രസ് ഓഫ് എക്സിൻ്റെ അഡ്രസ് എന്താണ്? അത് ഏതോ ഒരു നമ്മുടെ ഡിഫറെൻറ്റ് വാല്യൂ ആണ്. നൗ ഞാൻ എടുത്തത് സ്റ്റാർ ഓഫ് കെ, ആസ്റ്ററിക് ഓഫ് കെ, അതായത് വാല്യൂ പോയിൻറ്റഡ് ബൈ കെ, അതെന്തായിരിക്കും? അഡ്രസ് ഓഫ് എക്സ്. അതാണ് നമുക്കിവിടെ കിട്ടിയത്. സി, ഇതും രണ്ടാമത്തെ വാല്യൂ സെയിം ആണ്. പിന്നെ ഉള്ളത് സ്റ്റാർ ടി, വാല്യൂ പോയിൻറ്റഡ് ബൈ കെ, വാല്യൂ പോയിൻറ്റഡ് ബൈ ടി. ടി എന്താണ്? അഡ്രസ് ഓഫ് എക്സ് 10. സി, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.